മതം വിറ്റ് ജീവിക്കുന്ന ചില ആളുകളുടെ റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റിലെ വീഡിയോ എന്ന് പറഞ്ഞാല് ഉഡായിപ്പ് ചിഹ്നമ, വെറും ചിഹ്നമല്ല, ഉഡായിപ്പ് ചിഹ്നമ. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ മജ്‌ലിസിൽ ഹാദിറാകുന്നവർ അപ്പോൾ കോലംബോക്കെ പുതിയ ഇസ്ലാമീനെ അവതാരമാരാക്കി. അവരെന്നെ പറയുന്നുണ്ട് പുതിയ ഇസ്ലാമിനെ എന്താ അവതാരമാക്കി നോക്കിയാ. അതിന് കൊള്ളാം, പുതിയ ഇസ്ലാമല്ലേ, കണ്ടോക്ക കേട്ടോക്ക. പുതിയ ഇസ്ലാമീനെ അവതാരമാരാക്കി കൽപ്പിച്ച് വെച്ചോവർ. ആ അബുദലബിലാണ് ഞാൻ കേറിയിരിക്കുന്നത്. ഒരു ചെയറല്ലടോ, അബുദലാമിലാണ് കേറിയിരിക്കുന്നത്. എന്താ പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നുള്ള നമുക്ക് അറിയില്ല കേട്ടോ. ആ അബുദലബിലാണ് ഞാൻ കേറിയിരിക്കുന്നത്. ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നില് ഇത്രയും നല്ല രീതിയിൽ പുകയറ്റി പറയുന്നത് ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ജനങ്ങളുടെ മുന്നില് പിച്ചക്കാരിയാണ്, യോഗ്യക വാടകക്കാരിയാണ്, ദരിദ്രവാസിയാണ്, പിച്ചക്കാരിയാണ്, വാടകക്കാരിയാണ്, ദരിദ്രവാസിയാണ്. അത് നിങ്ങളങ്ങനെ പറയണമെന്നൊന്നുമില്ല, കണ്ടപ്പോ തന്നെ മനസ്സിലായിരുന്നു. അതായത് അള്ളാന്റെ മുന്നില് അവര് രാജകുമാരിയാണ്, ബാക്കിയുള്ളവരൊക്കെ എന്താണോ. എന്താ കൊട്ടാരത്തിലെ രാജ്ഞിയോ വീശിത്തരാന്? അതായത് ഇസ്ലാം വിശ്വാസപ്രകാരം 2 ഷോളറിലും മലക്കുകൾ അവരുടെ നന്മ തിന്മകൾ എഴുതുന്നുണ്ട് എന്നാണ് അവരുടെ കിതാബില്. അപ്പൊ അവര് പറയുന്നത് അവരുടെ ഷോളറിലെ ഈ മലക്കുകൾ അവർക്ക് നന്മ തിന്മകൾ എഴുതുകയല്ല, വീശി കൊടുക്കുകയാണ്. കൊട്ടാരത്തിലെ രാജാവല്ലേ, അള്ളാന്റെ മുന്നിലെ രാജകുമാരിയല്ലേ, വീശി കൊടുക്കുകയായിരിക്കും. എന്തൊക്കെ ഉടായിപ്പ. എന്നാലും കൊള്ളാൻ ചിഹ്നമ്മ, അല്ല വെറും ചിഹ്നമ്മല്ല, ഉടായിപ്പ് ചിഹ്നമ്മ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. നെക്സ്റ്റ് വീഡിയോ ഇതൊരു പാസ്റ്ററാണ്, ഈ പള്ളിയിലെ ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു സംഭവം ചെയ്യുന്ന പാസ്റ്ററാണ്. ഏത് ഭരതമുനി, ഏത് നാട്യശാസ്ത്രം. ശരി, നീ കൈപിടി. പാസ്പോർട്ടൊക്കെ വെച്ചിട്ടുള്ള കളിയാണ്, എന്താ പരിപാടി എന്നറിയില്ല. പാസ്പോർട്ടൊക്കെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ങുവോ? യേശുവിന്റെ നാമത്തിൽ USA വിസ ഞാൻ അടിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ USA വിസ ഞാൻ അടിക്കുന്നു. അമ്മാതിരി സംഭവം, USA വിസ അടിച്ചാണ് പാസ്പോർട്ടില്. ബട്ട് ഓരോരുത്തര് പുറത്തു പോകാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം കാത്തിരിക്കുന്നു ഓരോ വിസ അടിച്ച് കിട്ടാൻ വേണ്ടി. ഇവിടെ ഒറ്റ നിമിഷം കൊണ്ടാണ് വിസ അടിച്ചു കൊടുത്ത് പുള്ളിക്കാരൻ. പിന്നെ പാസ്പോർട്ട് ഒരു വിസ അടിപ്പിച്ചാലേ നമുക്ക് പോയിട്ട് വെറുതെ ഓരോ ഏജൻസിക്കൊക്കെ പൈസ കൊടുത്തിട്ട് ടൈം വേസ്റ്റ് കളയണ്ട. ഇവിടെ ഒറ്റ നിമിഷം കൊണ്ട് എന്ത് ചെയ്യും, പുള്ളിക്കാരൻ ഒറ്റ അടിക്ക് വിസ അടിച്ചു കൊടുക്കും, കയ്യിൽ കൊടുത്തു വിട്ടു. അടുത്ത ആൾക്ക് USA വിസ വെറുതെ അടിച്ചു കൊടുക്കുന്ന അതാണ് ഒരു വിലയിലുണ്ട് ഇതിനൊക്കെ. 3 ആൾക്കാർക്ക് ഒറ്റ മിനിറ്റിന്റെ ഉള്ളില് 3 ആൾക്കാർക്ക് ഒറ്റ അടിക്ക് വീസ അടിച്ചു കൊടുക്കുക. എന്താണ് പലചരക്ക് കടന്ന് സാധനം മേടിക്കുന്നത്? നിങ്ങളെ കൊണ്ടെത്തിക്കും. ഇവൻ 2 ടെസ്റ്റ് എഴുതി പാസ്സാകും വേഗത്തിൽ. രാജ്യത്തേക്കുള്ള വാതിലാണ്. ദൈവം ഇവനെ കൊണ്ടുപോകും. ഈ കാണുന്ന കഷ്ടത മാറും, വേദന മാറും, ദുഃഖം മാറും, ഒറ്റപ്പെടൽ മാറും. എഴുതി കേട്ടോണ്ടിരിക്കുന്ന ഇപ്പന്മാരെ വേണം ആദ്യം തല്ലാൻ. ഞങ്ങൾക്ക് ഏതാണോ ഇത്രയും പബ്ലിക്കിൽ വന്നിട്ട് പാസ്പോർട്ട് എടുത്തിട്ട് വിസ അടിച്ചു കൊടുക്കുന്നത്? അല്ലെ, ഇവരിപ്പോ അമേരിക്കയിൽ എത്തിക്കുന്നതാണോ അല്ലേ? അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അടുത്ത വീഡിയോയിലേക്ക് പോവാം. വളരെ പരിപാടി. ഈത്തപ്പഴം ചപ്പിയിട്ട് കൊടുക്കുക. ഇയാള് തുപ്പിയത് അല്ലെങ്കിൽ ഇയാള് ചപ്പിയ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ അസുഖങ്ങളും മാറും, അങ്ങനെയൊക്കെയുള്ള വിശ്വാസമായിരിക്കാം. അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ നാട്ടില് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊറോണയൊക്കെയാണ്, എന്തെല്ലാം മാറാനുണ്ട്. ഇപ്പൊ പുതിയ എന്ത് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ വിശ്വാസം തട്ടിപ്പും പരിപാടിയും നടക്കുന്ന ആൾക്കാർ വെറുത്തല്ല മാറാനൊക്കെ വരുന്നത്. ഇത് എത്ര ആൾക്കാരോടോ ക്യൂ നിൽക്കുന്നത് ഇയാള് ചപ്പി ഈത്തപ്പഴം തിന്നാൻ വേണ്ടിയിട്ട്. ഇതിനുമേത് മൊബാല് ചപ്പി പോയിട്ട് തിന്നോളൂ. എനിക്ക് വല്ലാത്ത അവസ്ഥ കേട്ടോ. എന്തൊക്കെ ബിസിനസ് ആണ്, കൊള്ളാൻ പരിപാടി.
ചപ്പിയ ഈത്തപ്പഴം ഉടൻ വിൽപ്പനയ്ക്ക്. ഒരു ബോർഡ് അവിടെ എഴുതി വെച്ചാൽ ഇഷ്ടം. അടുത്ത വീഡിയോയിലേക്ക് പോകാം. നെക്സ്റ്റ് വീഡിയോ എന്താ ലുട്ടാപ്പിയോ ഫാഷൻ കൊള്ളാട്ടോ. എന്തുണ്ടോ കയ്യില് കുട്ടികളെ കളിപ്പാട്ടായിട്ടാ കളിക്കുന്നത്. ഓരോട് നോക്കാം എന്താണത്. ഇതേ ആ സൗണ്ട് ഉണ്ടാകുമ്പോ കണ്ടു കാണിക്കുന്നുണ്ടോ വെറുതെ കളക്കുന്നു. എന്തെന്നാണിത്? ഇതെന്താ ലുട്ടാപ്പിയ മഹായാവിയോ? ഇതേതോ കഥപുസ്തകം വായിച്ചിട്ട് അതിന്റെ കഥാപാത്രം അതായത് തോന്നുന്നുണ്ടോ പണ്ട് ബാലരമയിലൊക്കെ ഉള്ള. എന്തെന്നാണ് ഇതൊക്കെ? എവിടേക്കാ നമ്മുടെ ലോകം പോലെ. എന്തൊരു പൊതുപരിപാടി നടക്കുന്നതാണ്. എന്തോ മജിൽസ് എന്തുകൊണ്ടാണ് തോന്നുന്നത്. സർക്കസോ അത് മജിലിസ് തന്നെയാണോ അത്? ഇത് അടുത്ത ആൾക്കാർ എന്തുവാണ് ഇത് കാണിക്കുന്നത്? ഇത് കേരളത്തിലല്ല, നോർത്തിലെവിടെയാണ്? ഹിന്ദിയാണ് അവിടെ ബോർഡ് ഏരിയ. നോർത്തിലെ സംഭവങ്ങളാണ്. ഒന്ന് ഇവർക്ക് ഈ വേദിയിൽ ഇങ്ങനെ പ്രകടനം ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് ജീവിക്കുന്ന പരിപാടി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് മറ്റേ ഫഹദ് ഫാസിലിന്റെ മറ്റേ ഫിലിം ഉണ്ടല്ലോ, പേര് മറന്നുപോയി. അതിൽ കാണിക്കുന്ന സെയിം സംഭവം, പൈസയും കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. അത് ഇതാണ് കുട്ടി പറയുന്നത്. സർക്കസോ? അതും ദൈവത്തിന്റെ പേര് വിളിച്ചിട്ട് അള്ളാഹ് വിളിച്ചിട്ടാണ് ഈ കാണിക്കുന്നത്. എന്താ അതൊക്കെ മേലിരിക്കുന്ന മൂപ്പര് കണ്ടിട്ട് സഹിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ എന്തിനാ അവന്മാരൊക്കെ പടച്ചു വിട്ടെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇതും നോർത്ത് ഭാഗത്തുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഹിന്ദിയിലെ പറയുന്നത് പാരലൈസ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ മുഖം കൂടിയിട്ടുണ്ടാവും. അതാണ് ഈ പറയുന്നത്. ഇയാൾക്ക് പാരലൈസ് ആയിട്ടുണ്ട്, ഇയാളെ മുഖം കൂടിയിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. അയാള് ശക്തി കൊടുത്തു, അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് കാണാം. ശക്തി കൊടുത്തപ്പോ ആള് കാഞ്ഞു ഉണ്ടല്ലോ. വളഞ്ഞ കൈയൊക്കെ റെഡി ആയിട്ടോ. ജസ്റ്റ് ഒരു അനുഗ്രഹം കൊടുത്തുള്ളൂ, ശക്തി കൊടുത്താണ്, വളഞ്ഞ കൈ റെഡിയായി. മുഖമൊക്കെ ശരിയായി. നല്ല വടി പോലെ തിരിച്ചു നിൽക്കുന്നതാണ്. പാരലൈസ് ആയിട്ട് വന്ന ആള് ഒരൊറ്റ അനുഗ്രഹം കൊടുത്ത് ഒരു ശക്തി അങ്ങ് തലേ കൊണ്ടു കൊടുത്തു. ആള് ഇനിച്ചു ഓടാൻ തുടങ്ങി. എന്താണ് എവിടെ പോയി ചത്തോറ? എനിക്കൊക്കെ വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചോട്ടെ. ഇച്ച തന്നെ ജീവിക്കണം. അതിന് വേണം ഇമ്മാതിരി ഉടായ്പ കാണിച്ചിട്ട്. എന്നാൽ നാളെ മുതൽ ഡോക്ടർമാരൊന്നും വേണ്ടല്ലോ, ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രം മതിയല്ലോ. എന്തെല്ലാം ശരി, പാരലൈസ് ആയ ആളാണ് ഇത്രയും വലിയ ഇഞ്ചി നടക്കുന്നത്. ഡോക്ടർമാരൊക്കെ പൊടിയും തട്ടി പോയിക്കോ. ഇങ്ങനെയുള്ള ആൾക്കാർ മതിയോ എല്ലാ ജീവിതം രക്ഷപ്പെടുത്താറ്. പറഞ്ഞിട്ട് കാര്യമില്ല. കൊറോണ സമയത്ത് പ്ലേറ്റ് കൊടുത്ത ടീമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊള്ളാം. എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മള് കേരളത്തിലാണല്ലോ. ഇതെന്ത് തേങ്ങയാണ്? അത് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തേലും കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും കലാപരിപാടിയാണോ? ഒരു ഡൗട്ട്. ഞാനതിട്ട് കാണുന്നു. സംഭവം നല്ല രസമുണ്ടല്ലേ കാണാൻ? സംഭവം രസമായിട്ടുണ്ടോ? ഇതെന്താന്ന് എനിക്കറിയില്ല. ഇത് വേറെ എന്തെങ്കിലും കലാപരിപാടികളാണോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഐ ആം വെരി സോറി. ഇനി അതല്ല അതൊരു വിശ്വാസപരമായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കഥാപ്രസംഗമാണോ? അന്തരീക്ഷം പൊട്ടിപടലുകളാൽ നിബിഡമായി ഇരട്ട തൂക്കുകളിലൂടെ
വെടിയുണ്ടകൾ ചീറി പാഞ്ഞു തുടങ്ങി. സംഭവം കൊള്ളാട്ടോ. ഇതൊന്നുമില്ല, ഇതൊരു എന്തോ ഈ റബി ലെവലിന്റെ എവിടുത്തെ ഒരു പരിപാടിയായിട്ടാണ് സംഭവം. അത് കഥാപ്രസംഗത്തിൽ വെടിവെച്ചാണ്. എന്തായാലും കൊള്ളാം. എന്തായാലും ഈ ആചാര്യപടിയോട് കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കണ്ടിട്ട് വിശ്വാസികളായ ആരും മനസ്സ് വേദനിക്കണ്ട. കാരണം എനിക്കറിയാം ഇത് നിങ്ങളുടെ വിശ്വാസത്തിൽ പെട്ടതല്ല എന്നുള്ളത്. വിശ്വാസികളോടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങളുടെ വിശ്വാസത്തിൽ പെട്ടതല്ല എന്നുള്ളത് എനിക്കറിയാം. യഥാർത്ഥ വിശ്വാസികൾ എങ്ങനെയാണെന്നുള്ളത് ഏത് മതത്തിലായാലും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ജൂതനായാലും ഏത് മതത്തിലായാലും യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് നമുക്കറിയാം. അതനുസരിച്ച് ജീവിക്കുന്നവർ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള കുറെ എന്താ പറയാ ഉടായ്പ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ. എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഇതിനൊക്കെ കുറിച്ചിട്ട് അധികം ബോധമില്ലാത്ത ആളുകൾ തന്നെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊന്നും അത്രക്ക് നല്ലതല്ല. കാരണം 2025 കാലം ഒരുപാട് പുരോഗമിച്ചു. അതിനനുസരിച്ച് ജനങ്ങളും ഒരുപാട് പുരോഗമിച്ചു. അവരുടെ ബുദ്ധി വളർച്ചയും സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് പുരോഗമിച്ച കാലത്തും ഇന്നും ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതിപ്പോഴും നല്ല വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ വലിയ ദുഃഖകരമുള്ള കാര്യമാണ്. എന്നാലും 2025 കൂടിയിട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ തിരിച്ചു മനസ്സിലാക്കി, അതായത് ഇതൊക്കെ ഉടായ്പാണെന്ന് മനസ്സിലാക്കി ജനങ്ങൾ നല്ല ബുദ്ധിയോട് കൂടിയിട്ട് ജീവിക്കട്ടെ, പരസ്പരം സ്നേഹിച്ചും സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. നല്ലൊരു വർഷമാവട്ടെ ഈ വർഷം എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.